ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഊണിന് നമ്മളൊരു നാടൻ രീതിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊരു തമിഴ്നാട് സ്റ്റൈലിൽ ആ ഒരു രുചിയിൽ വരുന്ന 3 കറികളാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇത് ഓരോന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ഒരു പടവലങ്ങ പരിപ്പ് പൊരിയലാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ പിടി തുവരം പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടും. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പാനിലോട്ട് ഇട്ടു. കുതിർത്തിട്ട് വേവിക്കുമ്പോൾ പരിപ്പ് നല്ല പാകത്തിന് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുക. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ എണ്ണ. ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ച് ഉപ്പ്. ഇത്രയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പരിപ്പ് വെന്ത് കിട്ടും. തീ കൂട്ടി വെച്ച് വെള്ളം ആദ്യം തന്നെ ഒത്തിരി അങ്ങ് വറ്റിപ്പോകരുത്. ഈ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഇത്രയും വെള്ളത്തിൽ തന്നെ ഇത് പരിപ്പ് വേവും. ആ സമയം കൊണ്ട് പടവലങ്ങ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പടവലങ്ങ എടുത്തിരിക്കുന്നത്, അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ചെറിയ ക്യൂബ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് നീളത്തിന് കനം കുറച്ചോ അരിഞ്ഞെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ പരിപ്പ് വെന്തു കണ്ടോ. കറക്റ്റ് വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കണം. എന്നാൽ ഈ ഒരു രീതിയിലെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ കിടക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പം 1/2 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില ഇടാം. ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുകയാണ്. സവോള നന്നായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി കട്ട് ചെയ്ത് വെച്ച പടവലങ്ങ ഇട്ടു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പരിപ്പ് വേവിച്ചപ്പം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി മതി. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം ഒഴിക്കുക കേട്ടോ. പടവലങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം വരും. പിന്നെ ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ ജസ്റ്റ് കുറച്ച് വെള്ളം കയ്യിലിങ്ങനെ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് പടവലങ്ങ പാകത്തിന് വെന്തിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് സോഫ്റ്റായി വന്നു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തോരൻ പരിപ്പിന് പകരം കടലപ്പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ വടയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അതാണ്. നല്ല പോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് പരിപ്പൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒത്തിരി വേണ്ട, വളരെ കുറച്ച് മാത്രം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. ഇത്രയും മതി. ഇനി ലാസ്റ്റ് ഇതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടി പോരുത്. പറഞ്ഞ പോലെ മാക്സിമം ഒരു 3 ടേബിൾ സ്പൂൺ അത്രയും മതി. എന്നിട്ടെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതിനി ഒഴിച്ചുകറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക മോരുകറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെണ്ടയ്ക്ക മോർക്കുളമ്പ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു പക്ക നാടൻ സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊരു തമിഴ്നാട് സ്റ്റൈലിലാണിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 8-10 വെണ്ടയ്ക്ക എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ എപ്പോഴും ഇതുപോലെ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പം അധികം മൂക്കാത്ത വെണ്ടയ്ക്ക തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. എന്നാലേ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് മൂത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സാമ്പാറിലൊക്കെ ഇടാം. അപ്പോൾ ഇത് നല്ല പിഞ്ച് വെണ്ടയ്ക്ക തന്നെ എടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിനുള്ള അരപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് തേങ്ങ ചിരകിയതിടാം. അതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മോരുകറി ഉണ്ടാക്കുന്ന അത്രയും തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ. മാക്സിമം 1/4 കപ്പ് മതി. ഒരു 5-6 ചെറിയ ഉള്ളി, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇതുപോലെ. ഇനി ഒരു 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നല്ല പോലെ ഒന്ന് അടിച്ചു വയ്ക്കുക. കട്ടകളൊക്കെ മാറ്റി നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം. ഇച്ചിരി പുളിയുള്ള തൈരാണേ നല്ലത്. അതിനകത്തോട്ട് ആ കട്ടകളൊക്കെ മാറിക്കഴിയുമ്പം നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം.
ഈ മോർക്കുളമ്പ് ഉണ്ടാക്കുമ്പോൾ തൈരിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കണ്ട കേട്ടോ. കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണിത് നല്ലത്. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വെണ്ടയ്ക്കയൊക്കെ ചേർത്ത് ചെയ്യുന്നതല്ലേ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാൻ ആ മിക്സി ജാറിൽ തന്നെ ജസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം, അതായത് മാക്സിമം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കുകയാണ്. ഓക്കെ, അതായത് തൈര് ഒത്തിരി കുറുകിയിട്ടാണെന്ന് തോന്നിയാൽ മാത്രം ഒരല്പം വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല സോഫ്റ്റായി വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പുണ്ടല്ലോ അതൊക്കെ മാറി നല്ല ഫ്രൈ ആയിട്ട് വരണം. എല്ലാ സ്ഥലത്തും നല്ലൊരു ബ്രൗൺ കളറ് ആവണം. ഇനി ഇത് വേറെ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക നല്ലതായിട്ട് ഫ്രൈ ആയി വന്നു. ഇതുപോലെ ആവണം കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെ ഒരല്പം കൂടി എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, നമ്മളിതിനകത്ത് ഉലുവ ചേർക്കുന്നില്ലേ, ജീരകം മാത്രമാണ് ഇടുന്നത്, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് കായം. കായത്തിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഞാനൊരു ഏകദേശം 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കായമൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെക്കണേ, ഇതൊന്നും കായൊന്നും കരിഞ്ഞു പോകാതെ നോക്കണം. എന്നിട്ട് നമ്മൾ ആ തൈരും അരപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ആ അരപ്പും തൈരും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ സമയത്ത് ഇട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ പാകത്തിന്. അത് ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മോർക്കുളമ്പ് റെഡി. അടുത്തതൊരു ചെമ്മീൻ റോസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു റോസ്റ്റ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ഒരല്പം എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ 2 സവോള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. സവോള നന്നായിട്ടൊന്ന് വാടി വരണം. സവോള വാടിക്കഴിയുമ്പം 1-2 പച്ചമുളകും ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ചുവയൊക്കെ മാറി സവോള കുറച്ചും കൂടി നല്ലപോലെ ഒന്ന് വാടി വരണം. എന്നിട്ട് ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ ആ സവോളയുടെ കൂടെ ചേരണം ഇതുപോലെ. ഇനി പൊടികൾ ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി. എത്ര മുളക് പൊടി ചേർക്കുന്നോ ആ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത്. ഓക്കെ, ഈ ജീരകം ചേർക്കുന്നതാണ് ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്, അത് ഒഴിവാക്കല്ലേ. നല്ലപോലെ മിക്സ് ചെയ്ത് പൊടികളുടെ ഒരു ചുവയൊക്കെ അങ്ങ് മാറണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പം ചെമ്മീനിടാം. നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം കൂടി ആ മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇടാം. ലാസ്റ്റ് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ വേവാനായിട്ടൊരു മാക്സിമം 10 മിനിറ്റ് മതി. പിന്നെ അതിനകത്ത് നിന്ന് തന്നെ കുറച്ച് വെള്ളം വരികയും ചെയ്യും. ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. അപ്പോൾ അതേ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി. ഇതിനകത്ത് അധികം ഗ്രേവി ഉണ്ടാവില്ല കേട്ടോ, ഇതുപോലെ ആയിരിക്കും. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ഉപയോഗിക്കാവേ. അപ്പോൾ ദേ ഇന്നത്തെ ഊണ് റെഡി. ഇത് പൊന്നിയരിയാണ് കേട്ടോ ഞാൻ വെച്ചത്. 2 കപ്പ് പൊന്നിയരി കഴുകി ഒരു 10-15 മിനിറ്റ് കുതിർത്തിട്ട് 4 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ച്. അപ്പോൾ വെള്ളം ഊറ്റിയെടുക്കണ്ട, ഫുള്ള് വറ്റി ഇതുപോലെ പാകത്തിന് വെന്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ചെമ്മീൻ റോസ്റ്റ്, മോർക്കുളമ്പ്, പടവലങ്ങ, പരിപ്പ് പൊരിയൽ. നമുക്ക് ഊണ് വിളമ്പാം.
ഇതുപോലത്തെ നമ്മുടെ നാടൻ കറികളല്ലാതെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊന്നിയരിയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ആ ഒരു കോമ്പിനേഷൻ വരുന്നത് പൊന്നിയരി കഴിക്കുമ്പോഴാണ്. ഇപ്പം നല്ല കുറുകിയ മോർക്കുളമ്പ്, പടവലങ്ങ പൊരിയൽ. നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെയും ഇതൊക്കെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ മോർക്കുളമ്പായാലും ഈ പൊരിയലൊക്കെ ആയാലും ഓരോ കറികളായിട്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നാടൻ ചോറിൻ്റെ കൂടെയും നല്ലത് തന്നെയാണ്. അതിൻ്റെ കൂടെ ചെമ്മീൻ റോസ്റ്റ്. ഓക്കെ, ഒരല്പം നെയ്യ് ഒന്ന് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ, ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം. ലാസ്റ്റ് ഒരു അപ്പളം കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഊണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു, നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഓരോരോ കറികളായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.